റെവിറ്റ് ആർക്കിടെക്ചർ, റെവിറ്റ് സ്ട്രക്ചർ, അതിന്റെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സ്റ്റെപ്സും ടൂൾസ് ഒക്കെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടത്. റെവിറ്റ് സോഫ്റ്റ്വെയർ എന്താണ്, അതിലെ ഡിഫറെന്റ് ബ്രാഞ്ചസ്, പിന്നെ അതിൻ്റെ അകത്തുള്ള ഓരോ ഐക്കൺസ് ഒക്കെ എങ്ങനെയാണ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പം ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂവിലാണ്. മോഡൽസ് നമ്മൾ റെവിറ്റിന്റെ ഐക്കൺ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ന്യൂ എന്നാണ് ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണ് വേണ്ടത് ആ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം. നമുക്ക് ആർക്കിടെക്ചർ എടുക്കാം, സ്ട്രക്ചറൽ എടുക്കാം. അപ്പം ഇപ്പൊ ഞാൻ ആർക്കിടെക്ചർ ടെംപ്ലേറ്റിലാണ് പറയുന്നത്. എല്ലാം സെയിം ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എല്ലാ ടൂൾസ് ഉപയോഗിക്കുന്ന രീതിയും ആ ഒരു ടൂൾസിന്റെ എല്ലാ ഫേസും എല്ലാം സെയിം ആണ്. പിന്നെ ചില ടൂൾസ് അതിൽ സപ്പോർട്ട് ആവില്ല, അത്രേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെ ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ഞാൻ കുറച്ചും കൂടെ അതിൽ കുറച്ചധികം ടോപ്പിക് ഉള്ളതുകൊണ്ടാണ് അത് എടുക്കാന്ന് പറഞ്ഞത്. സ്ട്രക്ചറൽ ടെംപ്ലേറ്റിൽ ഉണ്ട്, പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ടെംപ്ലേറ്റും യൂസ് ചെയ്യാൻ പറ്റും. ഇതും എടുക്കുന്നുണ്ട്, ഞാൻ ഒരു ക്ലാസ്സിൽ ലാസ്റ്റ് ആകുമ്പോൾ എടുക്കുന്നുണ്ട്. നമുക്ക് ആർക്കിടെക്ചർ ടെംപ്ലേറ്റിൽ തുടങ്ങാം. അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. പിന്നെ ഒരു വിൻഡോ കൂടി ഇവിടെ ഉണ്ട്, പ്രോപ്പർട്ടീസ് പാനലാണിത്. ഇവിടെ ഒരു പ്രോജക്ട് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് പാനലുണ്ട്. അതിവിടെ കാണുന്നില്ലെങ്കിൽ വ്യൂവില് യൂസർ ഇന്റർഫേസ് ഉണ്ട്, അതിൽ പ്രോജക്ട് ബ്രൗസർ ഓഫ് ആയിരിക്കും. അതുകൊണ്ട് ആ ടേബിൾ കാണുന്നത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ അത് ഓൺ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഇത് ഓഫ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഈ വ്യൂവില് യൂസർ ഇന്റർഫേസ് എടുക്കുക. അതിൻ്റെ അകത്ത് പ്രോജക്ട് ബ്രൗസർ നോട്ട് ചെയ്യുക. പ്രോജക്ട് ബ്രൗസർ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഫസ്റ്റ് ഞാൻ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് ഈ വിൻഡോയിൽ എന്തൊക്കെയാന്ന് പറയാം. നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു പ്ലെയിൻ വിൻഡോ ആയിരിക്കും കാണുന്നത്. അതിൻ്റെ അകത്ത് 4 ഇങ്ങനെ ഒരു സിമ്പിൾസ് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എലിവേഷൻസ് ആണ്. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് 4 സിമ്പിൾസ് ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ എലിവേഷൻ ആഡ് ചെയ്യാം. അപ്പൊ എലിവേഷൻ ആഡ് ചെയ്യാനായിട്ട് വ്യൂവില് പ്ലാൻ എലിവേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമുക്ക് വേറൊരു എലിവേഷൻ ഒരു ആംഗിളിൽ, ഇതിപ്പോ സ്ട്രെയിറ്റ് ആ നിൽക്കുന്ന ഒരു ആംഗിളിൽ എനിക്ക് ഒരു എലിവേഷൻ കൊടുക്കണമെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആ പെർട്ടിക്കുലർ ഇതിലേക്ക് നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്കത് ഞാൻ ഇപ്പൊ ഒരു എലിവേഷൻ ആഡ് ചെയ്താൽ അത് ഇവിടെ വരും. അതായത് ഇതാ അപ്പൊ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എലിവേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 4 എലിവേഷൻ ഫസ്റ്റ് നമ്മൾ കണ്ടത് അത് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ പ്രോജക്ട് ബ്രൗസറിൽ കാണാം എന്തൊക്കെ എലിവേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരെണ്ണം വന്നത് ഞാനിപ്പോ ആഡ് ചെയ്ത ഒരെണ്ണം, അതാണ് എലിവേഷൻ 1A എന്നൊക്കെ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അതിനെ റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാനായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റീനെയിം ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എലിവേഷൻ 1, എലിവേഷൻ 2 അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എലിവേഷൻ, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് എലിവേഷൻ വെക്കണമെങ്കിൽ അതിന് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യൂ ആണ്. അതായത് നോർത്ത് ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, സൈഡ് വ്യൂ, അത് കറക്റ്റ് ആ വ്യൂ ഒരു ആംഗിളിൽ വ്യൂ കിട്ടില്ല. അത് 2D ആയിട്ട് തന്നെ ആയിരിക്കും ആ വ്യൂ വരുന്നത്. അപ്പം അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പെർസ്പെക്റ്റീവില് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു എലിവേഷൻ ആഡ് ചെയ്തിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എലിവേഷൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിങ്ങനെ ഞാൻ എലിവേഷൻ വ്യൂവിൽ എലിവേഷൻ ഇതെടുക്കുക, എന്നിട്ട് ഒരു ഐക്കൺ വരും, അതിവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ പേര് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഒരെണ്ണം വരും, അതിനെ വേണമെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കമാൻഡ് ക്ലിയർ ചെയ്യണമെങ്കിൽ, നമ്മൾ ഓട്ടോക്യാഡിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു, ക്ലിയർ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ എലിവേഷൻ എടുത്തു, എനിക്ക് ഈ കമാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നെങ്കിൽ കീബോർഡിൽ എസ്കേപ്പ് ക്ലിക്ക് ചെയ്താൽ മതി, അത് റിഫ്രഷ് ആയി വന്നോളൂ. ഓക്കെ, അത് ഡീആക്ടിവേറ്റ് ആവും ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ. ഓക്കെ, പിന്നെ എനിക്ക് വേണ്ട ഡിലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ആക്കാം. ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് കൊടുത്താൽ അത് പൊക്കോളും. ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കും, അത് വിൽ ബി ഡിലീറ്റഡ്, ഓക്കെ കൊടുക്കാം. പിന്നെ അപ്പൊ അത് ഇവിടെ നിന്ന് പൊക്കോളും. ഓക്കെ, ഇവിടെയും ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ
രണ്ടിലും ഒരേപോലെ പോകണമെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ പ്രൊജക്ട് ബ്രൗസറിനെ പറ്റി പറയാം. അതിൻ്റെ അകത്ത് ഫ്ലോർ പ്ലാൻ നമ്മൾ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യണം. അകത്തിരുന്നാണ് ഡ്രോയിങ് എല്ലാം എടുക്കേണ്ടത്. ഇതിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ എലിവേഷന്റെ വ്യൂ റേഞ്ച് ഉണ്ട്. ഓരോ എലിവേഷനും ഓരോ വ്യൂ റേഞ്ച് ഉണ്ട്. ഇങ്ങനെ ഒരു സ്ക്വയർ നമുക്ക് എത്ര ഇതിൽ കാണാൻ പറ്റും. ഇപ്പം ഇതിന്റെ ഇപ്പുറത്തോട്ട് നമ്മൾ വരച്ചു പോയെങ്കിൽ, ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വരച്ചു പോയെങ്കിൽ അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ എലിവേഷനിൽ ഇത് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൽ കാണുമായിരിക്കും, പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് വരയ്ക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യണം. യൂണിറ്റ് നമ്മൾ CAD യൂണിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? മിക്ക കമാൻഡ്സും CAD-ന്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഷോർട്ട് കീസും ഓൾമോസ്റ്റ് സെയിം ആണ്. ഷോർട്ട് കീസ് കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഈ മോഡിഫൈ ഇങ്ങനെ ഈ ഒരു ഐക്കണിന്റെ മേളിൽ ഇങ്ങനെ വെച്ച് AL അലൈൻ, OF ഓഫ്സെറ്റ്, MM മിറർ, ഏകദേശം നമ്മുടെ CAD ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇതുണ്ട്. അപ്പൊ യൂണിറ്റ് ഫസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട്, പ്രൊജക്ട് യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട്, അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെറ്റ് ചെയ്യാനായിട്ട് കീബോർഡിൽ UN എടുക്കുക. നമ്മൾ CAD-ൽ UN എൻ്റർ അടിക്കും. ഇതിൽ നമ്മൾ UN എൻ്റർ അടിക്കുന്നില്ല. ജസ്റ്റ് UN ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ് അത് സെലക്ട് ചെയ്യും. ഇപ്പൊ ബൈ ഡിഫോൾട്ട് MM-ലാണ് നിൽക്കുന്നത്. എല്ലാത്തിന്റെയും മാറ്റണം നിർബന്ധമില്ല. ഇതിന്റെ ഫസ്റ്റ് ലെങ്ത് മാത്രം മാറ്റി ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് വന്നോളൂ. ലെങ്ത് ഇപ്പൊ ഇതിലാണ് നിൽക്കുന്നത് MM-ല്. എനിക്ക് ആ മീറ്ററിലാക്കണമെങ്കിൽ മീറ്റർ കൊടുക്കാം. റൗണ്ടിങ് എത്ര ഡെസിമൽ പ്ലേസ് പ്രിസിഷൻ വേണം? 2 ഡെസിമൽ പ്ലേസ്. പിന്നെ അതിന്റെ യൂണിറ്റ് സിമ്പിൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. പിന്നെ സപ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇത് നമ്മളൊന്നും ചെയ്യാറില്ല. ഇതിങ്ങനെ കൊടുക്കുക, ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഇപ്പൊ ലെങ്ത് ഇപ്പൊ മീറ്ററിലായി. ഇപ്പൊ സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് സെന്റിമീറ്ററും ആക്കാം. സെന്റിമീറ്റർ, മില്ലിമീറ്റർ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഫീറ്റ്, ഡെസിമൽ ഫീറ്റ് അങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഇപ്പൊ യൂണിറ്റ് മീറ്ററിലായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്ട് ബ്രൗസറിൽ ചെന്നിട്ട് എലിവേഷൻ സെറ്റ് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ പ്രൊജക്ട് ബ്രൗസറിനകത്ത് എന്തൊക്കെയാന്ന് പറയാം. ഫ്ലോർ പ്ലാൻ, സീലിംഗ് പ്ലാൻ, എലിവേഷൻ, പിന്നെ ലെജൻസ്, ഷെഡ്യൂൾ, ഷീറ്റ്, ഫാമിലീസ് അങ്ങനെ വേറെ ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതിൽ ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞ പ്ലാൻ വ്യൂസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബൈ ഡിഫോൾട്ട് ഒരു പേരിലാണ് നിൽക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയാം. പിന്നെ എലിവേഷൻ അങ്ങനെ ഉണ്ട്. പിന്നെ എലിവേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു എലിവേഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ബൈ എക്സിസ് 2 ലെവൽസ് ആണുള്ളത്. ലെവൽ 1 ആൻഡ് ലെവൽ 2. ലെവൽ 1ഉം എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ലെവൽസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഓരോരോ സ്റ്റോറി ഓരോരോ നമ്മൾ ലെവലായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഇപ്പം ഇതിപ്പം നമുക്ക് 1 സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഓക്കെയാണ്. അല്ലെങ്കിൽ ബിൽഡിംഗ് മാത്രമല്ല, എന്തെങ്കിലും ഒരു കമ്പോണന്റ്, ഫൗണ്ടേഷന്റെ ഒരു ലെവല് നമ്മൾ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഹൈറ്റ്, നമ്മുടെ കമ്പോണന്റിന്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് അത് ബേസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ലെവലിൽ നിന്ന് നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇന്റർമീഡിയറ്റ് ലെവൽസ് ആഡ് ചെയ്യും. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പോണന്റിന്റെ പൊസിഷൻ, എലിവേഷൻ, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള അത് നമുക്ക് ലെവൽസ് വെച്ചിട്ടാണ് നമുക്കത് പുതിയ ലെവൽസ് ആഡ് ചെയ്യുക. ഇന്റർമീഡിയറ്റ് അങ്ങനെ ഇന്ന ഇതൊന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിപ്പം ഇതിനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട്. പക്ഷെ വലിയ പ്രോജക്റ്റ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കമ്പോണന്റ് ഏത് ലെവലിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എലിവേഷനിൽ പോയി നോക്കാറുണ്ട്. അപ്പൊ വലിയ പ്രോജക്റ്റിലൊക്കെ ആകുമ്പോൾ കുറെ ഇങ്ങനെ ഭയങ്കര തിരക്കായിട്ടിരിക്കും, കുറെ ഡ്രോയിങ്സും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം കുറെ ഇങ്ങനെ നമുക്ക് ലൈക്ക് CAD-ല് ഫ്രീസ് ചെയ്യോ, ലെയർ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, അങ്ങനത്തെ കമാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഇതിനും ഉണ്ട് അങ്ങനെ കമാൻഡ്സ്. ഹൈഡ് ചെയ്യുക, റിവീൽ ചെയ്യുക, ഹൈഡ് എലമെന്റ് കൊടുക്കുക, അങ്ങനെ കുറെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമുക്ക് പുതിയ ലെവൽ ആഡ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ ലെവൽ പുതിയത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എലിവേഷൻ പുതിയത് ആഡ് ചെയ്തപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആഡ് ചെയ്ത് വന്നതുപോലെ ലെവൽസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും കറസ്പോണ്ടിങ് വന്നു ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും പറഞ്ഞത്?
ഹലോ, നെറ്റ് കട്ടായി പോയാൽ അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഹലോ, ഓക്കെ ആണ് മാം. ഓക്കെ. ഇപ്പൊ ലെവൽസ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആർക്കിടെക്ചർ പോയിട്ട് ഇവിടെ ലെവൽ ഓൺ ഇവിടെ ലെവല് ക്ലിക്ക് ചെയ്യുക. ലെവൽസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ലെവൽസ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എലിവേഷനിൽ ഏതെങ്കിലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഏതായാലും ആക്ടിവേറ്റ് ചെയ്യാം. ലെവൽസ് ആഡ് ചെയ്യാനായിട്ട് അവിടെ ചെന്നിട്ടാണ് ലെവൽ ആഡ് ചെയ്യണതും ഡിലീറ്റ് ചെയ്യണതും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ലെവൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അടുത്തത് വരും. ഇപ്പം ഞാൻ ലെവൽ 3 ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും കറസ്പോണ്ടിങ് ഫ്ലോർ പ്ലാനിൽ ആൻഡ് സീലിംഗ് പ്ലാനിൽ ലെവൽ 3 എന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇപ്പം ആക്ടിവേറ്റ് ആയിക്കണം. ഇപ്പം ബോൾഡ് ആയിട്ട് ഇരിക്കുന്നത് എലിവേഷനിൽ സൗത്ത് വ്യൂ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, അത് നോക്കണ്ട. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ആർക്കിടെക്ചറിൽ ലെവൽ ഗ്രിഡ് ആക്ടിവേറ്റ് ആയിട്ട് ആ ഓപ്ഷൻ വരുള്ളൂ. ഇപ്പൊ സപ്പോസ് ഫ്ലോർ പ്ലാനിൽ ചെന്നിട്ട് ലെവൽ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ലെവൽ ആർക്കിടെക്ചറിൽ ഡീആക്ടിവേറ്റ് ആയിരിക്കും. കാരണം നമുക്ക് എപ്പോഴും എലിവേഷനിൽ ലെവൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി പുതിയ ലെവൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ആർക്കിടെക്ചറിൽ ഏതെങ്കിലും ഒരു വ്യൂ ഓൺ ചെയ്യാം. എന്നിട്ട് ആർക്കിടെക്ചറിൽ ലെവൽസ് എടുക്കുക, ലെവൽ എടുക്കുക, അല്ലെങ്കിൽ ഷോർട്ട് കീ ആയിട്ട് LL ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഒന്നെങ്കിൽ ലൈൻ വരച്ചു കൊടുക്കാം. ലെവൽ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് തൊട്ട് താഴത്തെ ലെവലായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അതെ അല്ലേ? ലെവൽ 2ൽ നിന്ന് ഇപ്പൊ നിൽക്കുന്നത് 3 മീറ്റർ. ലെവൽ 2ൽ നിന്ന് നമുക്ക് 3 മീറ്റർ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ച് ലെവൽ ആഡ് ചെയ്യാം. അല്ല, വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിക് പോയിന്റ്സ്, പിക് ലൈൻസ് എടുക്കുക. പിക് ലൈൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഓഫ്സെറ്റ് പറയാം. 4 മീറ്ററിൽ എനിക്ക് അടുത്ത ലെവലിൽ വേണം. വിത്ത് റെഫറൻസ് ലെവൽ 3 എന്ന് പറയുമ്പോൾ ഓഫ്സെറ്റ് ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റിന് എത്ര വാല്യൂ വേണമെന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കേഴ്സർ ഇവിടെ വെക്കുമ്പോൾ തന്നെ ലെവൽസ് ഇവിടെ ക്രിയേറ്റ് ആയി വരുന്നത് കാണാം. അപ്പൊ നമ്മൾ മെയിലിൽ വരുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എവിടെയാ വന്നെന്ന് കൺഫേം ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ വേണമെങ്കിൽ താഴെ നമുക്ക് ലെവൽ ആഡ് ചെയ്യാം. അങ്ങനെ നിർബന്ധമില്ല മേളിൽ തന്നെ. എനിക്ക് താഴെയും കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു 3 മീറ്റർ താഴെ ആ ഒരു പെർട്ടിക്കുലർ ലെവൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോൾ ലെവൽ 4 വരെ ആഡ് ആയിട്ടുണ്ട്. അതിവിടെ കറസ്പോണ്ടിങ് പ്ലാൻ വ്യൂ ആൻഡ് സീലിംഗ് പ്ലാൻസിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലോർ പ്ലാൻ ആൻഡ് സീലിംഗ് പ്ലാൻസിൽ കറസ്പോണ്ടിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആഡ് ആയി വരുന്നു ഓട്ടോമാറ്റിക്കലി. ഇനി എനിക്ക് ഇതിന്റെ പേര് മാറ്റണമെങ്കിൽ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞ പേര് കൊടുക്കണം. ലെവൽ 1 ലെവൽ 2 പകരം എനിക്ക് ഇഷ്ടമുള്ള നമുക്ക് പേര് കൊടുക്കാം. ഗ്രൗണ്ട് ലെവൽ, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ പേര് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേര് കൊടുക്കാനായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ലെവൽ എടുക്കുക, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് മീൻസ് പേരിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. 2 ബോക്സ് ഉണ്ട്, നമുക്ക് ഒന്നെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാം. സാധാരണ പേര് ഇവിടെ എഡിറ്റ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ വരും, ഇങ്ങനെ ഒരു ഇത് വരും. അതിൽ ഗ്രൗണ്ട് ലെവൽ കൊടുക്കണമെങ്കിൽ GL എൻ്റർ കൊടുക്കുക. അപ്പൊ ഒരു വിൻഡോയിൽ പറയുന്ന നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഈ ഒരു ഇതിലും റീനെയിം ചെയ്യണം. ഇവിടെയും ലെവൽ 1 എന്ന് എഴുതിയേക്കുന്നുണ്ടായിരുന്നില്ലേ, ഇവിടെയും റീനെയിം ചെയ്യണോ എന്നാണ് ചോദിച്ചത്. കറസ്പോണ്ടിങ് ഇവിടെ മാറും എന്തായാലും. ഇപ്പൊ നോ കൊടുത്താലും ഇവിടെ മാറും, ഇവിടെ മാറില്ല. ഇവിടെ ലെവൽ 1 തന്നെ പഴയ പേര് തന്നെ ഇരിക്കും. ഇപ്പൊ എനിക്ക് രണ്ടിടത്ത് ഒരേപോലെ മാറണമെങ്കിൽ യെസ് കൊടുക്കാം. ഓക്കെ, അവിടെ വീണ്ടും സെലക്ട് ചെയ്യുക. അപ്പം ഗ്രൗണ്ട് ലെവൽ കൊടുക്കണ, ഗ്രൗണ്ട് ലെവൽ അല്ല, ഗ്രൗണ്ട് ഫ്ലോർ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പം പേര് കൊടുക്കുമ്പോൾ തന്നെ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. യെസ് കൊടുക്കുക, ഇവിടെ വന്നു. പിന്നെ ഇതിന്റെ ഹൈറ്റ് മാറ്റണം, പ്ലിന്ത് ഹൈറ്റ് ആക്കണം. 4 മീറ്റർ ആയിരിക്കില്ലല്ലോ, അതിന്റെ ഇത്രയും ഡിഫറൻസ് വരില്ല. അല്ലെങ്കിൽ ഇത് ബേസ്മെന്റ് ലെവൽ ആയിരിക്കും. അപ്പൊ ഇത് കൊടുക്കണമെങ്കിൽ എനിക്ക് ഹൈറ്റ് ലെവൽ മാറ്റണമെങ്കിൽ ഏതെങ്കിലും ഒരു ലെവല് ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ ഇടയ്ക്കാണ് എനിക്ക് മാറ്റണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്കൊരു 0.45 മീറ്റർ ഹൈറ്റിൽ ആ ലെവൽ വന്നാൽ മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പൊ GL GF ഇങ്ങനെ വന്നു. ഇപ്പൊ GL ഇനി നമ്മൾ പേര് കണ്ടോ ഓവർലാപ്പ് ആയിപ്പോയി. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ താഴെ സ്കെയിൽ ഡൗൺ ചെയ്യാം.
അല്ലെങ്കിൽ എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ അത് താഴെ വന്നു, ഫ്ലിപ്പ് ചെയ്ത് താഴത്തോട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ശരിക്കും മോഡലിനൊന്നും എഫക്ട് ചെയ്യില്ല, പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ലെവലിന്റെ ലൈൻസ് ഒക്കെ കാണിച്ചിട്ട് നമുക്ക് കസ്റ്റമറിന് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ച് നീറ്റ് ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പ്രിസിഷൻ 2 ഇട്ടുകൊണ്ടാണ് 4.00 3.55 കണ്ടത്. ഇപ്പൊ പ്രിസിഷൻ 0 ഇട്ടാൽ കറക്റ്റ് ആ നമ്പർ തന്നെ വരും, അല്ലെങ്കിൽ 1 ഇട്ടാൽ ആ ഒരു 0.0 0.36 അങ്ങനെ 3.6 അങ്ങനെ വരും, റൗണ്ട് ചെയ്ത് തന്നെ വരും. പ്രിസിഷൻ നിങ്ങളുടെ ഓരോ കമ്പനിക്ക് ഓരോ രീതിയിലാണ് ഫോർമാറ്റ്, അവരുടെ രീതിയിലുള്ള ഫോർമാറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇനി ഗ്രൗണ്ട് ലെവൽ, ഗ്രൗണ്ട് ഫ്ലോർ, ഇത് വേണമെങ്കിൽ FF ആക്കാം. അപ്പൊ അതെങ്ങനെയാ, ഇവിടെ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, FF കൊടുക്കുക, യെസ് കൊടുക്കുക, പുറത്ത് ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുമ്പോൾ ഇവിടെ ശരിയാവും. അങ്ങനെ അടുത്തടുത്ത ഫ്ലോർ ലെവൽ എങ്ങനെയാണ് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി ഓക്കെ, ഇപ്പൊ ലെവൽ ആഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിലെ സ്ട്രക്ചറൽ പ്ലാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കാരണം ഇത് ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആകെ കൂടെ യൂസ് ചെയ്യുന്നത് ഫ്ലോർ പ്ലാൻ, സീലിംഗ് പ്ലാൻ, എലിവേഷൻസ് ആണ്. പിന്നെ ഇതും നമ്മൾ യൂസ് ചെയ്യും, ഇത് നമ്മൾ എല്ലാ ടെംപ്ലേറ്റിലും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതെന്താന്ന് നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ഡിസ്കസ് ചെയ്യാത്തത്. ഇനി ഇതിന്റെ അകത്ത്, ഈ വിൻഡോന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഞാനൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ സെലക്ട് ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ പ്രോപ്പർട്ടീസ് നിൽക്കുന്നത് ഈ പെർട്ടിക്കുലർ എലിവേഷൻ, ഈ പെർട്ടിക്കുലർ വ്യൂവിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നോർത്ത് ആണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എലിവേഷൻ നോർത്ത് ആണ് ഇവിടെ. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, അതിന്റെ വ്യൂ സ്കെയില്, അതിന്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, വ്യൂ റേഞ്ച്, അങ്ങനെ വേറെ കുറെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇപ്പൊ ഡിസിപ്ലിൻ ആർക്കിടെക്ചർ ആണെങ്കിൽ ഇത് ആർക്കിടെക്ചർ ടെംപ്ലേറ്റിന്റെ നിൽക്കുന്നത് കൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റാം. അത് കൊളാബറേറ്റ്, ഞാൻ പറഞ്ഞില്ലേ കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്ത കാര്യങ്ങൾ മാത്രം വ്യൂ ചെയ്യാനായിട്ട് അതെടുക്കുക. സ്ട്രക്ചറൽ ടെംപ്ലേറ്റ് മാത്രം ഇതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ സ്ട്രക്ചർ അത് മാത്രം എടുക്കുക. അങ്ങനെ കുറച്ച് അതിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ യൂസ് ഉണ്ട്. കുറച്ചും കൂടി നമുക്ക് വർക്ക് ഷെയർ ചെയ്ത് ചെയ്യാനൊക്കെ ആയിട്ട്, കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇവിടെ സൈഡിൽ വെക്കണമെങ്കിൽ നൽകുന്നത്, മേളിലൊക്കെ ഇരുന്നാൽ ഒരു ഇതുണ്ടാവില്ല, വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സൈഡിൽ വെക്കുക. പിന്നെ കുറെ വലിയ ഫയലൊക്കെ ആണെങ്കിൽ ഓഫ് ചെയ്യാൻ, ഓൺ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം, അങ്ങനെ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാനൊരു പെർട്ടിക്കുലർ എലമെന്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഞാൻ ഗ്രൗണ്ട് ലെവലിൽ ചെന്നിട്ട് ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോയി വെക്കുക, ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നിട്ട് ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോയി വെക്കുകയാണ്. ഒരു കമ്പോണന്റ്, പ്ലേസ് കമ്പോണന്റ് വെച്ചിട്ട് ഞാൻ ഇപ്പൊ ഒരു ഡെസ്ക് കൊണ്ടുപോയി ഇവിടെ വെച്ചു. നമുക്ക് ഫേർണിച്ചേഴ്സ് ഒക്കെ വെക്കുന്നത് ഇങ്ങനെയാണ്. ആർക്കിടെക്ചറിലെ കമ്പോണന്റ്, പ്ലേസ് കമ്പോണന്റ് എടുക്കാം. അപ്പോൾ ഡെസ്ക് നമുക്ക് ഇനിയും ലോഡ് ചെയ്യാൻ പറ്റും. പ്ലാൻ വ്യൂ ആയതുകൊണ്ടാണ് ഇങ്ങനെ ടോപ്പ് വ്യൂവിൽ നിൽക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിൽ. നമുക്കിപ്പോൾ എലിവേഷനിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് നോക്കാം. കണ്ടോ, അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ഫ്ലോറിൽ വെച്ചപ്പോൾ അതിന്റെ മേലിൽ ഇങ്ങനെ ഒരു വിൻഡോ. അടുത്ത വ്യൂ എങ്ങനെയാ, സൈഡ് എങ്ങനെയാ, പുറകിലെ വ്യൂ ആണ്, ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഓക്കെ, പെർട്ടിക്കുലർ അതിന്റെ ഹൈറ്റ്, അതിന്റെ ഗ്രൗണ്ട് GF ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ അതിന്റെ മേലിൽ കൊണ്ട് വെക്കുക, അങ്ങനെ ചെയ്ത് കമ്പോണന്റ്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സെക്ഷൻ ഒക്കെ എടുക്കാം കേട്ടോ. ഇവിടെ മേലിൽ സെക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇതില് വ്യൂവില് നമ്മൾ നേരത്തെ പ്ലാൻ വ്യൂ എലിവേഷൻ എടുത്ത പോലെ സെക്ഷൻ ആഡ് ചെയ്യാനായിട്ട് സെക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എലിവേഷൻ ചെന്നിട്ടോ പ്ലാനിൽ ചെന്നിട്ടോ കട്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. എനിക്കിപ്പോ ഇത് വേണമെങ്കിൽ മൂവ് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്യുമ്പം അത്, അപ്പൊ അതിന്റെ സെക്ഷൻ ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ സെക്ഷൻ 1 ഒരെണ്ണം ആക്ടിവേറ്റ് ആയി, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെക്ഷൻ കിട്ടും. അപ്പൊ വയർ ഫ്രെയിം ആക്കണമെങ്കിൽ നമുക്ക് വയർ ഫ്രെയിം ഒക്കെ ആക്കാം, ഒരു പെർട്ടിക്കുലർ ഇതിന്റെ ഷെയ്ഡ്
അതിന്റെ കളേഴ്സ് നമുക്ക് കാണണമെങ്കിൽ അങ്ങനെ റിയലിസ്റ്റിക് കളറാണ്, കൺസിസ്റ്റന്റ് കളർ. അങ്ങനെ നമുക്ക് വ്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹിഡൻ വയർ ഫ്രെയിം എന്ന് പറയുമ്പോൾ അകത്ത് എല്ലാ എഡ്ജസും കാണാൻ പറ്റും, വെർട്ടെക്സസും കാണാൻ പറ്റും. ഇതൊരു സിമ്പിൾ എലമെന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാണെങ്കിൽ നോർത്ത് ബാക്ക് വ്യൂ ആണ്. അതിന്റെ ഫ്രണ്ട് അത് ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹിഡൻ അങ്ങനെ. ഓക്കെ ഓക്കെ ഞാനിപ്പോ ഇത് നമുക്ക് 3D വ്യൂ കാണാം. അതിവിടെ ഏറ്റവും മേളിൽ ഹോം ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ എടുത്ത സെക്ഷൻ ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോ 3D ആയതുകൊണ്ടാണ് ഇത് ഓഫ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ പ്ലാനിലോ അല്ലെങ്കിൽ എലിവേഷനിൽ ചെന്നാൽ സെക്ഷൻ ഓൺ ആയിരിക്കും. ഓക്കെ ഇപ്പൊ 3D കാണണമെങ്കിൽ ഇവിടെ ഹോമിന്റെ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ വ്യൂവില് 3D വ്യൂ ഓപ്പൺ ചെയ്താൽ മതി, ഡിഫോൾട്ട് 3D വ്യൂ എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ 3D വ്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ കളർക്ക് മാറ്റിയ പോലെ റിയലിസ്റ്റിക് കളർ, റിയലിസ്റ്റിക്, കൺസിസ്റ്റന്റ്, ഷെയ്ഡഡ്, വയർ ഫ്രെയിം അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. വയർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്ജസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് മൗസിന്റെ വീൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂ ക്യൂബ് ഉണ്ട്, അതില് ആ പെർസ്പെക്റ്റീവില് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പിന്നെ കൺസിസ്റ്റന്റ് കളർ. ഓക്കെ ഇനി പ്രോപ്പർട്ടീസിൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഏത് വ്യൂവിലാണ് നിൽക്കുന്ന അതിന്റെ പ്രോപ്പർട്ടി നമ്മളിപ്പോ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, ഒരു കമാൻഡിൽ നമ്മളിപ്പോ കയറിയിട്ടില്ല, ഫുൾ എസ്കേപ്പ് അടിച്ച് അത് ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. ഇനി ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടും, അതിനെ സെലക്ട് ചെയ്താൽ കിട്ടും. സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കിട്ടും. ഇത് ഏത് ലെവലിലാണ് നിൽക്കുന്നത്, പിന്നെ അതിന്റെ എഡിറ്റ് ടൈപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി, ബോഡി മെറ്റീരിയൽ പ്രോപ്പർട്ടി, അതായത് ഹാൻഡിൽ, ടോപ്പ് മെറ്റീരിയൽ, അതെല്ലാം ഇവിടെ കാണാം. ഡയമെൻഷൻസ്, ലെങ്ത്, ആ പെർട്ടിക്കുലർ ഏതാ ആ ഡെസ്കിന്റെ ആണ് നമ്മൾ ഡെസ്ക് സെലക്ട് ചെയ്തിട്ടാണ് ഇത് ഓൺ ചെയ്തത്. അപ്പം അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമുക്ക്, ഡയമെൻഷനും മെറ്റീരിയൽ ഫിനിഷസ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, റീനെയിം ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ കമ്പോണന്റ് അങ്ങനെ കമ്പോണന്റിന്റെ ഡയമെൻഷൻസ് പ്രോപ്പർട്ടീസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വ്യൂ അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് അതിൽ എഡിറ്റ് വരിക ചെയ്യുന്നത്. റീനെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഇതാക്കാം, പുതിയ ഇതിലേക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷേ അതിനെ നമ്മൾക്ക് ഇതാക്കാൻ പറ്റില്ല, പഴയ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പഴയതായിരിക്കും എഡിറ്റ് ആവണത്, മനസ്സിലായി? പഴയത് അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. യൂഷ്വലി എല്ലാവരും എന്തെടുത്താലും ഡ്യൂപ്ലിക്കേറ്റാ ചെയ്യാറ്. അതെ. പിന്നെ ലോഡ് എന്ന് പറഞ്ഞാൽ ഫർദർ എനിക്ക് വേറൊരു ഈ ഡെസ്കിന് പകരം വേറൊരു ടേബിൾ പോലെ വേണമെങ്കിൽ ലോഡ് എടുക്കാം. എന്നിട്ട് US മെട്രിക് ഏതില് ഓപ്ഷനിൽ എടുക്കുക, ഫർണിച്ചർ. ഇത് ഫർണിച്ചർ കാറ്റഗറി ആയതുകൊണ്ട് ഫർണിച്ചർ എടുക്കുക, അതില് ടേബിൾസ് എടുക്കുക. അങ്ങനെ നമുക്ക് അങ്ങനെ കൊണ്ടുവരാം. വേറെ രീതിയിൽ കുറെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ബൈ ഡിഫോൾട്ട് റെബിറ്റിന്റെ അകത്തുള്ളതാണ്. നമുക്ക് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ വേറെ ഫർണിച്ചേഴ്സ് നമുക്ക് പുറത്തുനിന്ന് ആഡ് ചെയ്യാം, ലോഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പഴയ ഫർണിച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഇത് ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്ന ആർക്കിടെക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അവരെന്ന് പറഞ്ഞാല് പുതിയ മോഡൽസും പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. പഴയ മോഡലൊന്നും വെച്ചൊരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ക്ലയന്റിന് അത് ഇഷ്ടപ്പെടില്ല, ഇപ്പോഴത്തെ രീതി നമ്മൾ പുതിയ ഇതനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് ആ പെർട്ടിക്കുലർ റൂമിന് പറ്റിയ രീതിയിൽ അങ്ങനെയാണ് ആർക്കിടെക്ചർ അവര് ഇന്റീരിയർ ഡിസൈനേഴ്സും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ റൂമിന് പറ്റിയ രീതിയിലുള്ള ഫർണിച്ചറും ലൈറ്റ് ഫിക്സ്റ്റേഴ്സും ഒക്കെ. അപ്പം ഒന്നെങ്കിൽ അവര് റെവിറ്റിൽ പോകണില്ലെങ്കിൽ അവരൊന്നെങ്കിൽ ലോഡ് ചെയ്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ അവര് നമ്മളെ ഫാമിലി ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതില്ലേ, നമ്മൾ ഫർണിച്ചേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ എഴുതിയില്ല. പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം, ഫാമിലി എന്നുള്ള ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ മോഡൽ ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഡയമെൻഷൻസ്, ഇഷ്ടമുള്ള ഷേപ്പില്, ഇഷ്ടമുള്ള കളറില്, നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലില് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് നമുക്കൊരു പ്രൊഡക്റ്റ് റെഡിയാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇത് ആർക്കിടെക്ചർ ടെംപ്ലേറ്റിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്ന. സ്ട്രക്ചറിൽ നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ
കമ്പോണൻസ്. ഇപ്പൊ ടി ബിയും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ടി ബിയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഫാമിലി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ അണ്ടറിന്റെ ഫയൽ കയ്യിലില്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ലോഡ് ചെയ്ത് നെറ്റിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും, ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ലോഡ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ അത് ഇൻ പ്ലേസ്. ഇത് ഡെസ്കിനൊന്നും പറ്റില്ല, അത് കോപ്പി ആയിട്ട് തന്നെ നിൽക്കും, ഒറിജിനൽ അവിടെ തന്നെ നിൽക്കും. അതിന് പകരം നമുക്ക് ഈ ടേബിള് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ജസ്റ്റ് ഈവൻ ഒരു വോൾ വരച്ചാൽ പോലെ, ഇപ്പൊ ആർക്കിടെക്ചറിൽ വോൾ വരയ്ക്കുന്നത്, ആർക്കിടെക്ചർ വോൾ ആർക്കിടെക്ചർ എടുത്തു, നമുക്ക് വേണമെങ്കിൽ 3D വരയ്ക്കാം. 3D വരച്ചാൽ കറക്റ്റ് പൊസിഷൻ കിട്ടില്ല. നമുക്ക് കറസ്പോണ്ടിങ് ലെവലിൽ പോവാം. അവിടെ ഒരു വോൾ വരയ്ക്കണമെങ്കിൽ ആർക്കിടെക്ചർ വോൾ എടുത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. ആർക്കിടെക്ചർ വോൾ വരയ്ക്കുക. 3D നോക്കുക, ഒരു വോളിന് മുമ്പിൽ. പക്ഷെ വോളിന്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് ശരിയാക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റാൻ പറ്റും, വോളിലെ മെറ്റീരിയൽ മാറ്റാൻ പറ്റും. ഇപ്പൊ വുഡൻ ആണെങ്കിൽ ഒരു ജിപ്സം ബോർഡ് വോളാണോ, അല്ലെങ്കിൽ ബ്രിക്ക് ടൈപ്പ് വോളാണോ, അല്ലെങ്കിൽ ബ്ലോക്ക് ടൈപ്പ് വോളാണോ, അതിനൊക്കെ നമുക്ക് മെറ്റീരിയൽ നമുക്ക് മാറ്റി ക്ലയന്റിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ബൈ ഡിഫോൾട്ട് ഒന്നും ഇല്ല ഇതിന്റെ അത്. ജനറിക് എന്നൊരു ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാൻ പറ്റും. ഇത് 3D സെലക്ട് ചെയ്യണമെന്നില്ല, പ്ലാൻ വ്യൂല് സെലക്ട് ചെയ്താലും കാണാൻ പറ്റും. ഇപ്പൊ ഡെസ്ക് ആണെങ്കിൽ അതും കാണാൻ പറ്റും, അതിന്റെ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. നമ്മൾ ഇപ്പൊ ഞാൻ ഈ സെക്ഷൻ വ്യൂ എടുത്താൽ അതിന്റെ പ്രോപ്പർട്ടി കാണാൻ പറ്റും. ഇപ്പൊ എന്താണെങ്കിലും 3D ഒബ്ജക്റ്റ് ആണെങ്കിലും ഒരു ഇതാണെങ്കിലും നമുക്ക് അതിന്റെ വ്യൂ, പിന്നെ സെക്ഷൻ നമുക്ക് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങോട്ട് വ്യൂ ചെയ്യാം, ഇങ്ങോട്ട് വ്യൂ ചെയ്യാം. പിന്നെ നമ്മൾ സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലിപ്പ് ചെയ്യാനുള്ളത് കണ്ടു, അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് എന്തെന്ന് പറഞ്ഞാൽ വ്യൂ റേഞ്ച് ആണ്. ഇപ്പൊ ഇത്രയും കട്ട് ചെയ്തിരുന്ന എനിക്ക് ഈ പെർട്ടിക്കുലർ ഈ സെക്ഷനിൽ നോക്കുമ്പോൾ ഈ ഡെസ്ക് കഴിഞ്ഞിട്ട് ഈ ഡെസ്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വോൾ പുറകിൽ കാണാം, പക്ഷെ ഫുൾ വോൾ കാണാൻ പറ്റില്ല. ഇത്ര റേഞ്ചിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വ്യൂ റേഞ്ച് ഒക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഫുൾ വോൾ കാണണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. നമുക്കിങ്ങനെ ആ വ്യൂ റേഞ്ച് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണുന്ന രീതി അനുസരിച്ച്. ഫുൾ കാണാൻ പറ്റില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ വേഗം ചെന്ന് നോക്കേണ്ട സെക്ഷനിൽ കറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റിനെ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ആ വ്യൂവിൽ അങ്ങനെ കാണുള്ളൂ, ഇല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കമ്പോണൻസ് വെക്കുന്നത്, അതിന് പ്രോപ്പർട്ടീസ് മാറ്റുന്നതും അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? എന്തെങ്കിലും